അമ്മ, അച്ഛ ഇന്നും കുടിച്ചിട്ടാണോ വരിക? അപ്പൂന് പേടിയാ അച്ഛേ. കള്ളു കുടിച്ചു വരുന്ന അച്ഛയെ പേടിയായി അപ്പൂന്. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ആ 5 വയസ്സുകാരൻ അവന്റെ ആകുലതകളുടെ കെട്ടഴിച്ചു വിടുമ്പോ ആ ഇടറിയ സ്വരത്തിൽ സ്വന്തം അച്ഛനോടുള്ള പേടിയും കലർന്നിരുന്നു. ഇന്നലത്തെ പോലെ ഇന്നും അമ്മേനെയും അമ്മുചേച്ചിയെയും തല്ലോ അച്ഛൻ? പേടിയോടെ അവൻ അത് ചോദിച്ചു. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ തൊട്ടപ്പുറത്തായി പനിച്ചു കിടക്കുന്ന അവന്റെ അമ്മുചേച്ചിയെയും. അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ആ ചേച്ചി പെണ്ണിന്റെ അരികിൽ പോയി ഇരുന്നു. പതിയെ ചേച്ചി പെണ്ണിന്റെ നെറ്റിയിൽ നനച്ചിട്ടിരിക്കുന്ന തുണിയിലൂടെ 2 വിരൽ വെച്ച് തലോടി. അമ്മ, ഇത് ഉണങ്ങി. തുണിയിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മ നെറ്റിയിൽ നിന്ന് തുണി എടുത്ത് വീണ്ടും നനച്ചിട്ടു കൊടുത്തു. കൈത്തലം കൊണ്ട് ചേച്ചി പെണ്ണിന്റെ കഴുത്തിലും കവിളിലും എല്ലാം കൈപ്പത്തി വെച്ച് ചൂട് കുറഞ്ഞോന്ന് നോക്കി. അമ്മ, പനി കുറവുണ്ടോ ചേച്ചിക്ക്? അവൻ ആവേശത്തോട് ചോദിച്ചു. നാളേക്ക് കുറയൂട്ടോ. അപ്പു, വാ കിടക്ക്, നേരം ഒരുപാടായി, വന്നുറങ്ങ്. അവരുടെ മടിയിലേക്ക് വിളിച്ചുകൊണ്ട് കൈ നീട്ടിയതും അവൻ അവരുടെ അരികിൽ പോയി കിടന്നു. ആ മകന്റെ തലമുടികളിലൂടെ വിരൽ ഓടിച്ച് ആ അമ്മ ചെറുതായി തട്ടിക്കൊടുത്തു. പതിയെ കണ്ണുകൾ അടഞ്ഞ് ഉറക്കത്തിലേക്ക് പോകുമ്പോ അവന്റെ കൺമുന്നിലേക്ക് വന്നത് ഇന്നലെ കുടിച്ചു ബോധമില്ലാതെ വന്ന അച്ഛന്റെ രൂപമാണ്. വളരെ വൈകിയാണ് ഇന്നലെ അപ്പുവിന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നത്. നേരം വൈകി വന്നു എന്ന് മാത്രമല്ല, അയാളുടെ കാലുകളൊന്നും നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ആടി ആടി ഒരുവിധം അകത്തേക്ക് കടന്നു അയാൾ. സ്നേഹത്തോടെ തന്റെ മക്കളെ അയാളുടെ അരികിലേക്ക് വിളിച്ചു. അച്ഛയുടെ പെട്ടെന്നുള്ള രൂപഭാവത്തിൽ കുഞ്ഞുമക്കൾ ഭയന്നിരുന്നു എങ്കിലും അച്ഛയുടെ സ്നേഹത്തോടെയുള്ള വിളിയിൽ അവരുടെ പേടിയെല്ലാം കടന്നുപോയിരുന്നു. അവർ പുഞ്ചിരിയോടെ തന്നെ അച്ഛേ എന്ന് വിളിച്ച് അയാളുടെ അരികിലേക്ക് ചെന്നു. ആ, അച്ഛയുടെ മക്കൾക്ക് അച്ഛ കൊണ്ടുവന്നത് നോക്കിയേ. കയ്യിലുള്ള പൊതി അവർക്ക് നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞതും കയ്യിലെ പൊതിയിൽ നിന്ന് പൊന്തി വന്ന നല്ല ചൂട് പരിപ്പുവടയുടെയും ഉഴുന്നുവടയുടെയും മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ തന്നെ അവർക്ക് എന്താണെന്ന് മനസ്സിലായിരുന്നു. അച്ഛയുടെ കയ്യിൽ നിന്നും പൊതി വാങ്ങിച്ച് അച്ഛയ്ക്ക് നല്ല ചക്കര ഉമ്മയും കൊടുത്ത് അവർ അത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയതിൽ പിന്നെ അവർക്ക് ഇതേപോലത്തെ ഭക്ഷണ സാധനങ്ങൾ അന്യമായിരുന്നു. എന്നിരുന്നാലും ആ ലോക്ക്ഡൌൺ നാളുകളിൽ ആ കുഞ്ഞുമക്കൾ പേടിയില്ലാതെ അച്ഛന്റെയും അമ്മയുടെയും നടുക്കായി സന്തോഷത്തോടെ ഉറങ്ങിയിരുന്നു. ദൂരെയുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അപ്പുവിന്റെ അച്ഛൻ എന്നും വളരെ വൈകിയാണ് വീട്ടിലേക്ക് വരിക. വൈകി വരും എന്ന് മാത്രമല്ല, മൂക്കറ്റം കുടിച്ച് വെളിവില്ലാതെ ആവും വരിക. ചിലപ്പോഴൊക്കെ ആരേലും വന്ന് കൊണ്ടാക്കുകയാണ് പതിവ്. വീട്ടിലെത്തിയാൽ പിന്നെ കണ്ണിൽ കാണുന്നതും തൊടുന്നതും ഒക്കെ കുറ്റമാണ്. ഭാര്യയെ അസഭ്യം പറഞ്ഞും തല്ലിയും ഭക്ഷണമെല്ലാം തട്ടിത്തെറിപ്പിച്ചും വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞുടച്ചും അയാൾ ആ വീട്ടിലെ സന്തോഷം തല്ലിക്കെടുത്തി. ഒടുവിൽ ബോധം മറിഞ്ഞ അയാൾ നിലത്തേക്ക് മയങ്ങി വീഴുമായിരുന്നു. പാതി മയക്കത്തിലും അയാൾ ആരെയൊക്കെയോ അപ്പോഴും പുലമ്പി പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ നാളുകൾ എണ്ണി തീർക്കുമ്പോ ആണ് ലോകത്തെ നടുക്കിയ മഹാമാരി ലോകമെമ്പാടും കടന്നു വന്നത്. അത് അവരുടെ ജീവിതത്തിലും കടന്നു വന്നിരുന്നു. ലോക്ക്ഡൌൺ ആയതും ജോലിയില്ലാതെ വീട്ടിലിരിപ്പായ അപ്പുവിന്റെ അച്ഛൻ കള്ളുകുടിയും നിറഞ്ഞിരുന്നു. ബാറുകൾ എല്ലാം അടച്ചതും കള്ളുഷാപ്പുകൾ പൂട്ടിയതും അപ്പുവിന്റെ അച്ഛനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയിരുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതായ അപ്പുവിന്റെ അച്ഛൻ അപ്പുവിനോടും ചേച്ചിയോടും അമ്മയോടുമെല്ലാം സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. മക്കളുടെ കൂടെ കളിയിൽ ഏർപ്പെടും. അവരുടെ അമ്മയെ അടുക്കളയിൽ സഹായിക്കും. അവർ ഇതേവരെ കാണാത്ത അവരുടെ പുതിയ അച്ഛനെ സ്നേഹത്തോടെ നോക്കി കാണുകയായിരുന്നു. സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ആ കൊച്ചു കുടുംബം. ഇന്നലെ ലോക്ക്ഡൌൺ എല്ലാം കഴിഞ്ഞതും അപ്പുവിന്റെ അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങി. അച്ഛന്റെ കവളിൽ മുത്തം കൊടുത്ത് അവർ 2 പേരും അച്ഛനെ യാത്രയാക്കി. അച്ഛൻ വരണത് നോക്കി അവർ കാത്തിരുന്നു. ആ കുഞ്ഞു മക്കളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു എങ്കിലും അവർ അവരുടെ അച്ഛനെ കാത്തിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കുടിച്ചു വെളിവില്ലാതെ വന്ന അച്ഛനെയാണ് കണ്ടത്. എന്നാലും മക്കൾക്ക് വേണ്ടി അയാൾ വാങ്ങിയ പലഹാരം അവർക്ക് കൊടുത്തു. അത് വാങ്ങി കഴിക്കുന്നതിന്റെ ഇടയിലാണ് എന്തോ ഒന്ന് വീണുടയുന്ന ശബ്ദം കേട്ട് ആ കുഞ്ഞുമക്കൾ ഞെട്ടി വിറച്ചുപോയി. കയ്യിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്ന പലഹാരം താഴെ വീണു പോയിരുന്നു. അവർ അറിയാതെ തന്നെ. കാതിലായി വീണ്ടും അവരുടെ അച്ഛന്റെ ഗർജനവും മുഴങ്ങി കേട്ടതും പേടിയോടെ ആ കുഞ്ഞുമക്കൾ മുറിയിലെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു. ആർക്കു വേണ്ടിയാടി ഇതൊക്കെ വെച്ചുണ്ടാക്കിയത്? ഉപ്പുമില്ല, മുളകുമില്ല. ഥു. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ നോക്കി അയാൾ പറഞ്ഞ് മുന്നിലുള്ള പാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചതും ഭക്ഷണങ്ങളെല്ലാം തറയിലായി ചിന്നിച്ചിതറിപ്പോയിരുന്നു. ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റ് അയാൾ ആ സ്ത്രീയെ പൊതിരെ തല്ലി. അമ്മയെ അച്ഛയുടെ തല്ലിൽ നിന്ന് രക്ഷിക്കാനായി ആ ചേച്ചി പെണ്ണ് അച്ഛന്റെ അടുക്കലേക്ക് പോയി തല്ലല്ലേ എന്ന് അച്ഛയുടെ കാലിൽ പിടിച്ചു പറഞ്ഞതും കാലിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റി അയാളുടെ കരുത്തേറിയ കൈ ആ ചേച്ചി പെണ്ണിന്റെ കുഞ്ഞു കവിളുകളിൽ പതിഞ്ഞിരുന്നു. അടിയുടെ ശക്തിയിൽ തെറിച്ചു പോയിരുന്നു അവൾ.
ചേച്ചി എന്ന് വിളിച്ച് നിലത്ത് കിടക്കുന്ന അവളുടെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ അപ്പു കണ്ടത് നെറ്റി പൊട്ടി ചോര ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. ചേച്ചി, ചേച്ചി, കണ്ണു തുറക്ക് ചേച്ചി, അപ്പു വിളിക്കണേ. കണ്ണടച്ചു കിടക്കുന്ന ചേച്ചി പെണ്ണിനെ അവൻ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു. അമ്മ, ചേച്ചി കണ്ണു തുറക്കണില്ല. തേങ്ങിക്കൊണ്ട് അവൻ ചേച്ചിയെ വിളിച്ചുകൊണ്ട് അമ്മയോട് പറയുമ്പോൾ ഇതൊന്നും അറിയാതെ അയാൾ ആ സ്ത്രീയെ തല്ലുകയായിരുന്നു. ഒടുവിൽ നിലത്ത് വീണ് കിടക്കുന്ന മോളുടെ രൂപം കണ്ടതും വീണ്ടും തല്ലാൻ വന്ന അപ്പുവിന്റെ അച്ഛനെ ആഞ്ഞു പുറകിലേക്ക് തള്ളി ആ അമ്മ മോളുടെ അരികിലേക്ക് ഓടിയെടുത്തു. അവളെ വാരി നെഞ്ചത്തോട് ചേർത്ത് കഴിഞ്ഞിരുന്നു. നിലത്തേക്ക് വീണ അപ്പുവിന്റെ അച്ഛൻ പിന്നീട് മദ്യത്തിന്റെ ശക്തിയാൽ എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ തന്നെ കിടന്നുറങ്ങിയിരുന്നു. ഇന്നലത്തെ ആ സംഭവത്തിൽ പേടിച്ച് പനി പിടിച്ചതാണ് അപ്പുവിന്റെ ചേച്ചിക്ക്. ഓരോന്ന് ആലോചിച്ച് അപ്പു മെല്ലെ മയങ്ങിപ്പോയിരുന്നു. ഇന്നലത്തെ പോലെ എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടാണ് അപ്പു കണ്ണു തുറന്നത്. തന്നെ അമ്മയുടെ മടിയിൽ നിന്ന് ചേച്ചിയുടെ അടുത്ത് കിടത്തിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. വീട്ടിലെ ബഹളത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അത് കുടിച്ചിട്ടാണെന്നും അവന് മനസ്സിലായിരുന്നു. ആ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ മേലേക്ക് വറ്റുകൾ പൂക്കൽ പോലെ വർഷിച്ചിരുന്നു. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അപ്പുവിന്റെ അച്ഛൻ അവനെ മറികടന്ന് അപ്പുറത്തെ മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. എന്നാൽ അവന്റെ കണ്ണുകൾ തിരഞ്ഞത് അവന്റെ പാവം അമ്മയെയാണ്. നിലത്ത് ചിതറിയ വറ്റുകൾ പെറുക്കി കൂട്ടി കറികളെല്ലാം വൃത്തിയാക്കി ആ അമ്മ അവനെ ഒന്ന് നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ശേഷം അവിടമെല്ലാം വൃത്തിയാക്കി അവനെ കൊണ്ട് മുറിയിലേക്ക് നടന്നു. മെല്ലെ അമ്മയുടെ താരാട്ടീരടിയിൽ അപ്പു മെല്ലെ മയങ്ങാൻ തുടങ്ങിയിരുന്നു. അപ്പോഴും അവന്റെ കുഞ്ഞു ഹൃദയം നീറാൻ തുടങ്ങിയിരുന്നു. അവന്റെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ ഓരോന്നും തകർന്നുടയാൻ തുടങ്ങിയിരുന്നു. വരും ദിനങ്ങളിലും അത് ആവർത്തിച്ചു പോന്നു. ഒപ്പം അവന്റെ ആഗ്രഹങ്ങളും ആ കുഞ്ഞു കുഞ്ഞു മനസ്സിലെ സ്വപ്നങ്ങളും. അച്ഛനും അമ്മയും ചേച്ചിയും ഒന്നിച്ചുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അവനിൽ നിന്ന് അന്യമായി. സന്തോഷത്തിനു പകരം ആ കുഞ്ഞു മനസ്സിൽ സങ്കടം സ്ഥാനം പിടിച്ചു. മിഴികളിൽ കണ്ണുനീർ തുള്ളികളും. ആർക്കും കാണാൻ പറ്റാത്ത ഒരു അശാന്തിയുടെ മൂകുപടം ആ വീടിനെയും ആ രാവിൽ വന്നു പൊതിഞ്ഞിരുന്നു. കേട്ടു തഴമ്പിച്ച കഥകളിലെ പുനരാവർത്തനം തന്നെയാണ് ഈ കഥ. അപ്പുവിനെ പോലെയും അവന്റെ ചേച്ചിപ്പെണ്ണിനെ പോലെയും ഒത്തിരി കുഞ്ഞുങ്ങൾ ഇത് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പുവിന്റെ അച്ഛന്റെ സ്വഭാവത്തിലുള്ള ഒത്തിരി അച്ഛന്മാരും നമ്മുടെ ഇടയിലുണ്ട്. മൂക്കറ്റം കള്ളു കുടിച്ച് അവരുടെ സന്തോഷം മാത്രം നോക്കുന്ന അച്ഛന്മാർ. അറിയാതെ പോകുന്നുണ്ട്, മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന കുഞ്ഞിത്തൈയിനെ വേരോടെ പിഴുതെറിയണോ, അല്ല ഒരു പാഴ്മഴമായി മാറ്റണോ, അതിന് സാധിക്കും. കുഞ്ഞു ബാല്യത്തിൽ തകർന്നടിയുന്ന നഷ്ടസ്വപ്നങ്ങളിൽ വീണുടയുന്നത് അവരുടെ ജീവിതം കൂടിയാണ്. ജന്മം നൽകിയ മാതാപിതാക്കൾ പോരുകോഴികളെ പോലെ പരസ്പരം പോരടിക്കുമ്പോൾ അവിടെ ചീന്തപ്പെടുന്ന രക്തക്കറ വന്നു വീഴുന്നത് കുഞ്ഞുമക്കളുടെ പ്രതീക്ഷകളുടെ മേലെയാണ്. കെടാതെ വെളിച്ചമാകേണ്ട അവർ കൂരിരുട്ടിലേക്കാണ് നടന്നു നീങ്ങുന്നതെന്ന് അവർ അറിയുന്നില്ല. ലോക്ക്ഡൌൺ കാലത്ത് സന്തോഷത്തോടെ കഴിഞ്ഞ പല കുടുംബങ്ങളും വീണ്ടും അശാന്തിയിലേക്ക് കൂപ്പുകുത്തുന്നത് വളരെ സങ്കടകരമായ ഒന്നാണ്. ശാന്തിയും സമാധാനവും വാഴേണ്ടയിടത്ത് അശാന്തിയും കലഹവുമാവുന്ന അവസ്ഥയിൽ നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി.